ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 1ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന ലേണിംഗ് മെറ്റീരിയലിലെ 3ാമത്തെ യൂണിറ്റുമായിട്ടാണ്. അതിൽ 1ഉം 2ഉം യൂണിറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോരുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും എന്താണ് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ലേണിംഗ് മെറ്റീരിയലും കൂടി ഒന്ന് പ്രിഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ യൂണിറ്റ് 3 ക്ലാസ് രൂപീകരണവും അവബോധവും, അതായത് ക്ലാസ് ഫോർമേഷൻ ആൻഡ് കോൺസിക്വൻസസ്, അതാണ് എന്ത് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ പരിണാമത്തിൽ ക്ലാസ് രൂപീകരണം, അതായത് ക്ലാസ് ഫോർമേഷൻ ഇൻ ദ എവല്യൂഷൻ ഓഫ് സൊസൈറ്റി. ഈ സമൂഹം പരിണമിച്ച് വന്നതിൽ എങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ് ഫോർമേഷൻ, സമൂഹം ഇങ്ങനെ ഓരോ പടി കടക്കുമ്പോഴും ഈ ക്ലാസ് ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത്. സമൂഹത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിലെ ഒരു പ്രധാന ആശയമാണ് വർഗരൂപീകരണം. അപ്പോൾ ക്ലാസ് ഫോർമേഷൻ എന്നതിൻ്റെ ഇതാണെന്ത്, വർഗ രൂപീകരണം. അപ്പോൾ എന്താണ് വർഗരൂപീകരണം എന്ന് വെച്ചാൽ സമ്പത്ത്, തൊഴിൽ, സാമൂഹിക പദവി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സമൂഹം വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളായി വിഭജിക്കുന്ന പ്രക്രിയയെ ഇത് സൂചിപ്പിക്കുന്നു. അതായത് വർഗരൂപീകരണം അഥവാ ക്ലാസ് ഫോർമേഷൻ. വാട്ട് ഈസ് ക്ലാസ് ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടേ, സമ്പത്ത്, തൊഴിൽ, സാമൂഹിക പദവി, വെൽത്ത്, ഒക്യുപ്പേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് എന്നിവയെ അടിസ്ഥാനമാക്കി നമ്മുടെ സമൂഹത്തെ എന്ത് ചെയ്യുക, സാമൂഹിക വിഭാഗങ്ങളായി, വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളായി വിഭജിക്കുന്ന പ്രക്രിയയാണെന്ത്, ക്ലാസ് ഫോർമേഷൻ അഥവാ വർഗരൂപീകരണം. ഇത്തരം വിഭജനങ്ങൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങളും വിശ്വാസങ്ങളുമായി വ്യത്യസ്ത വർഗങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. ഇത് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഇടയാക്കും. അതായത് ഇത്തരത്തിൽ ക്ലാസ്സുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ ഓരോ ക്ലാസ്സുകൾ, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊഴിലാളി, മുതലാളി എന്നീ 2 ക്ലാസ് ഉണ്ടായപ്പോൾ മുതലാളിമാരുടെ എന്ത് ചെയ്തു, വിശ്വാസങ്ങളും താല്പര്യങ്ങളൊക്കെ എന്ത് ചെയ്യൂ, അവരുടെ വികാസത്തിലേക്ക് നയിക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു മുതലാളി, തൊഴിലാളി എന്ന വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എന്തായിട്ടുണ്ട്, ഈ ക്ലാസ് ഫോർമേഷന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉദാഹരണം നോക്കുക. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സംഭവിച്ച ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്. ഇത് ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ഘടനയിലും സാംസ്കാരിക ജീവിതത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി തുണിത്തരങ്ങൾ, ഇരുമ്പ്, കൽക്കരി ഖനനം തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾ ഉയർന്നു വന്നു. ഫാക്ടറി തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. പരമ്പരാഗത കൈത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ തൊഴിലാളി വർഗത്തിൻ്റെ രൂപീകരണത്തിലേക്ക് അത് നയിച്ചു. അതായത് നമുക്കറിയാം ബ്രിട്ടനിൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, വ്യാവസായിക വിപ്ലവം ഉണ്ടായിട്ടുള്ളതില്ലേ. അതെന്താണ്, ഫാക്ടറികളും ഇതൊക്കെ വികസിച്ച് വരുന്നതിലേക്ക്
കാര്യങ്ങൾ എത്തിച്ചു അല്ലേ, ഫാക്ടറികൾ. അപ്പോൾ എന്താണ് ഈ പരമ്പരാഗത കൈത്തൊഴിലുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗണ്യമായി കുറയാനും. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നഗരങ്ങളിലേക്ക് ഈ ഫാക്ടറിയുടെ അടുത്തേക്ക് കുടിയേറുകയും അതൊരു നഗരവൽക്കരണത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഈ ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളൊക്കെ എന്താണ്, ആ ഒരു പരമ്പരാഗത തൊഴിലാളി വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയൊരു തൊഴിലാളി വർഗം രൂപീകരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഈ ഒരു തൊഴിലാളി വർഗത്തെ തുച്ഛമായ വേതനത്തിന് മോശം തൊഴിൽ സാഹചര്യത്തിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികളാണ് പുതിയ തൊഴിലാളി വർഗം. അവരുടെ ജോലിയും ജോലി സ്ഥലത്തും അവർക്ക് നിയന്ത്രണമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവർ പലപ്പോഴും തൊഴിലുടമകളിൽ നിന്ന് കഠിനമായ പെരുമാറ്റത്തിന് വിധേയരായിരുന്നു. ഇതിനിടയിൽ ഫാക്ടറികളുടെ ഉടമകളും നിക്ഷേപകരായിരുന്ന സമ്പന്നരായ ഇടത്തരക്കാരും ഗണ്യമായ ലാഭം നേടുകയും രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്തു. പുതിയ തൊഴിലാളി വർഗത്തിന്റെ ആവിർഭാവം വിവിധ വർഗങ്ങൾക്കിടയിൽ ഗണ്യമായ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളിലേക്ക് നയിച്ചു. തൊഴിലാളി വർഗത്തിന് രാഷ്ട്രീയ അധികാരമോ സാമൂഹിക പദവിയോ കുറവായിരുന്നു. അതേസമയം സമ്പന്നരായ ആൾക്കാർക്ക് സർക്കാരിലും സമൂഹത്തിലും ഫാക്ടറികൾക്ക് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു. തൊഴിലാളി വർഗവും ഉൽപാദനോപാധികളുടെ ഉടമകളും തമ്മിലുള്ള ഈ വിഭജനം വർഗങ്ങൾ തമ്മിലുള്ള കാര്യമായ സംഘർഷത്തിനും പോരാട്ടത്തിനും കാരണമായി. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം ഈ പുതിയ തൊഴിലാളി വർഗ്ഗം ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഈ പുതിയ തൊഴിലാളി വർഗ്ഗം എന്താണ്, അവർക്ക് എന്താണ് തുച്ഛമായ ശമ്പളം, മോശം തൊഴിൽ സാഹചര്യം, മണിക്കൂറുകളോളം ജോലി അല്ലേ, ഇതാണ് അവരുടെ ഇത്. അങ്ങനെ എന്താണ്, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഈ തൊഴിലുടമകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഫാക്ടറി ഉടമകളിൽ നിന്നൊക്കെ എന്താണ് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അവരുടെ കഠിനമായ പെരുമാറ്റത്തിനൊക്കെ ഇവർ ഇരയായി. അങ്ങനെ എന്താണ് അതേസമയം ഈ ഫാക്ടറി ഉടമകൾ, ഇടത്തരക്കാർ, ഇവരൊക്കെ ഗണ്യമായ ലാഭം നേടുക, രാഷ്ട്രീയത്തിലേക്ക് എന്താണ് അധികാരം നേടുക ഒക്കെ ചെയ്തു. അപ്പോൾ എന്താണ് ഈ ഒരു മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിൽ എന്താണ് സാമൂഹിക അസമത്വത്തിലേക്ക് നയിച്ചു. ഈ തൊഴിലാളികൾക്ക് എന്തുണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിലോ സമൂഹത്തിലൊന്നും എന്തുണ്ടായിരുന്നില്ല, ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യുക, ഈ മോശമായ തൊഴിൽ സാഹചര്യത്തിൽ മണിക്കൂറുകളോളം കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫാക്ടറി ഉടമകളൊക്കെ എന്ത് ചെയ്യുക, അവരതിൻ്റെ ലാഭം കൊയ്യുക, സർക്കാരിലെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുക, സ്വാധീനം ചെലുത്തുക. അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ എന്തായി, ഈ രണ്ട് വർഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പോരാട്ടം തുടങ്ങി. ഈ തൊഴിലാളി വർഗം എന്ത് ചെയ്തു, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, ഉയർന്ന വേതനം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ യൂണിയനുകൾ രൂപീകരിക്കുകയും സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഫാക്ടറികളുടെ ഉടമകളും അവരുടെ കൂട്ടാളികളും തങ്ങളുടെ ശക്തിയും സമൂഹത്തിൽ സ്വാധീനവും നിലനിർത്താൻ ശ്രമിച്ചു. അപ്പോൾ തൊഴിലാളികൾ എന്ത് ചെയ്തു, അവരുടെ ശമ്പളം ഉയർത്താൻ വേണ്ടിയിട്ടും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെറിയൊരു അധികാരം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല തൊഴിൽ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ യൂണിയനുകളൊക്കെ രൂപീകരിച്ച് സമരം ചെയ്യാൻ തുടങ്ങി. അതേസമയം ഈ ഫാക്ടറി ഉടമകളും മുതലാളിമാരൊക്കെ എന്ത് ചെയ്തു, അവർക്ക് അവരുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്തു, ഈ പോരാട്ടം ചെയ്തു. അങ്ങനെ അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയില്ലേ. വർഗരൂപീകരണം സാമൂഹിക മാറ്റത്തിനും പുരോഗതിക്കും ഉത്തേജകമാകാം. വ്യതിരിക്തമായ സാമൂഹിക വർഗങ്ങളുടെ വികസനം നിലവിലുള്ള അധികാര ഘടനകളെ വെല്ലുവിളിക്കുന്നതിനും കൂടുതൽ സമത്വവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതിയ ആശയങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഉദയത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ പരിണാമത്തിലെ നമ്മുടെ സാമൂഹികപരമായ മാറ്റത്തിന് എന്തായിട്ടുണ്ട്, ഈ ക്ലാസ് രൂപീകരണം എന്നതൊരു വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണല്ലോ ഇപ്പോൾ പഠിക്കുന്നത്. സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്നാണല്ലോ പഠിക്കുന്നത്. അതിലെന്താണ് ഈ ഒരു ക്ലാസ് രൂപീകരണവും എന്തായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിൻ്റെ പരിണാമത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ.
ക്ലാസ് രൂപീകരണ പ്രക്രിയയെ സ്വാധീനിച്ച ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ദ പ്രോസസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ, അതായത് ഈ ക്ലാസ് ഫോർമേഷന് സ്വാധീനിച്ച ഘടകങ്ങളാണ് പറയുന്നത്. ചരിത്രത്തിലുടനീളം വൈവിധ്യമാർന്ന ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട സങ്കീർണവും ചലനാത്മകവുമായ ഒരു പ്രതിഭാസമാണ് വർഗരൂപീകരണ പ്രക്രിയ. അപ്പോൾ ഈ വർഗരൂപീകരണം പ്രക്രിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ്, അതുപോലെ തന്നെ ചലനാത്മകവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ക്ലാസ് ഫോർമേഷൻ്റെ ഒരു 2 പെക്യുലാരിറ്റി കിട്ടിയില്ലേ? എന്താണ്? വൈവിധ്യമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ്, ചലനാത്മകമാണ്. ഈ ഘടകങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തമാണെങ്കിലും അവ സംഭവിച്ച സമൂഹങ്ങളുടെ വർഗഘടനയെ രൂപപ്പെടുത്തുന്നതിൽ അവയെല്ലാം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായി വർഗരൂപീകരണ പ്രക്രിയയെ സ്വാധീനിച്ച ചില പ്രധാന ഘടകങ്ങളെ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. അപ്പം നമ്മുടെ എന്താണ് സോഷ്യൽ ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിച്ച വർഗ രൂപീകരണത്തിൻ്റെ ചില പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്, രണ്ടാമത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, മൂന്നാമത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്, നാലാമത്തത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, അഞ്ചാമത്തത് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അങ്ങനെ 5ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലാസ് രൂപീകരണ പ്രക്രിയയെ സ്വാധീനിച്ച ഘടകങ്ങൾ. അപ്പോൾ എന്താണ്? നമുക്ക് എസ്സേ ഒക്കെ എഴുതാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പാരഗ്രാഫ് ആക്കിയിട്ടൊക്കെ എഴുതാമല്ലേ? സാമ്പത്തിക ഘടകങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ ക്ലാസ് ഫോർമേഷനെ സഹായിച്ച ഘടകങ്ങൾ എത്രയാണെന്നാണ് പറയുന്നത്? 5 ഒന്നാമത്തത് സാമ്പത്തിക ഘടകങ്ങൾ, രണ്ടാമത്തത് രാഷ്ട്രീയ ഘടകങ്ങൾ, മൂന്നാമത്തത് സാംസ്കാരിക ഘടകങ്ങൾ, നാലാമത്തത് ടെക്നോളജിക്കൽ ഘടകങ്ങൾ അതായത് സാങ്കേതിക ഘടകങ്ങൾ, അഞ്ചാമത്തത് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് അഥവാ പാരിസ്ഥിതിക ഘടകങ്ങൾ. അങ്ങനെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പഠിക്കുന്നത്. ചരിത്രത്തിലുടനീളം വർഗങ്ങളുടെ രൂപീകരണത്തിൽ സാമ്പത്തിക വ്യവസ്ഥകളുടെ വികസനം ഒരു പ്രധാന ഘടകമാണ്. കൃഷിയുടെ ഉയർച്ചയും സ്ഥിരതാമസമാക്കിയ കമ്മ്യൂണിറ്റികളുടെ രൂപീകരണവും മൂലം സൊസൈറ്റികൾ മിച്ച ഭക്ഷണവും മറ്റ് വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഒരു ക്ലാസ് ഫോർമേഷനിൽ സാമ്പത്തിക ഘടകങ്ങൾ എന്താണ്? സാമ്പത്തിക വ്യവസ്ഥകളുടെ വികസനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തിലെ വേട്ടയാടലായിരുന്നു, പിന്നീടാണ് കൃഷിയിലേക്ക് വരുന്നത്. അങ്ങനെ കൃഷി ഉയർന്നപ്പോൾ എന്ത് ചെയ്തു? ആളുകൾ സ്ഥിര താമസമാക്കാൻ തുടങ്ങിയില്ലേ? സ്ഥിര താമസമാക്കി എന്താണ്? കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്മ്യൂണിറ്റികളുടെ രൂപീകരണം ഉണ്ടായി. അതുമൂലം എന്ത് ചെയ്തു? സൊസൈറ്റികൾ മിച്ച ഭക്ഷണവും മറ്റ് വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഭക്ഷണത്തിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് മിച്ചം എന്ന് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ തുടങ്ങിയില്ലേ? അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥതയിലും ഉൽപ്പാദന നിയന്ത്രണത്തിലും അധിഷ്ഠിതമായ ക്ലാസുകളുടെ ആവിർഭാവത്തിലേക്ക് അത് നയിച്ചു. അങ്ങനെ ആദ്യം എല്ലാവരും സഹകരണത്തിലൊക്കെ പോയെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? ഈ ഭൂമി നമുക്കറിയാം, കൃഷി ചെയ്യാൻ ഭൂമി വേണം. ഈ ഭൂമിയുടെ ഉടമസ്ഥര് അതുപോലെ തന്നെ ഉൽപാദന നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായ ക്ലാസ്സുകളിൽ അവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു ക്ലാസ്സായിട്ട് ആവിർഭവിച്ചു. പിന്നീടോ ആദ്യകാല കാർഷിക ഉൽപാദനോപാധികൾ നിയന്ത്രിക്കുന്ന ഭൂ ഉടമകൾ ഉൾപ്പെട്ടിരുന്നു. അതായത് അപ്പം അങ്ങനെ തന്നെ ഈ ഒരു കൃഷിയിലുണ്ടായ മിച്ചം അതുപോലെ തന്നെ പുതിയ വസ്തുക്കളുടെ ഉൽപാദനം ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ ഒരു വർഗം രൂപീകരണം. അതായത് ഭൂമിയുടെ ഉടമസ്ഥരെന്താണ്? ഭൂവുടമകളില്ലേ? അങ്ങനെ
എന്താണ് ഈ സാമ്പത്തിക ഘടകം എങ്ങനെയാണ് ക്ലാസ് ഫോർമേഷന് സഹായിച്ചതെന്നാണ് നമ്മളോട് പറയുന്നത്. താഴ്ന്ന വിഭാഗങ്ങളിൽ കർഷകരും ഭൂമിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഉൾപ്പെടുന്നു. അപ്പം ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാർ, അതുപോലെ തന്നെ ഉൽപാദനം നിയന്ത്രിക്കുന്നവർ, ഇവരൊക്കെ എന്താണ് ഒരു ക്ലാസ് അല്ലേ, ഭൂവുടമകൾ. അതുപോലെ തന്നെ ഈ കൃഷി ചെയ്യുന്നവർ, അതുപോലെ തന്നെ എന്താണ് കർഷകർ, ആ ഭൂമിയിൽ മറ്റു പണികളൊക്കെ ചെയ്യുന്നവരെന്തായി, തൊഴിലാളികൾ അല്ലേ. അങ്ങനെ 2 ക്ലാസ് അവിടെ തന്നെ എന്ത് ചെയ്തു, രൂപപ്പെട്ടു. സമൂഹങ്ങൾ കൂടുതൽ സങ്കീർണമായപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ വികസിച്ചു. ഓരോന്നിനും അതിൻ്റേതായ വർഗഘടനയുണ്ട്. മധ്യകാല യൂറോപ്പിൽ ഫ്യൂഡലിസം ഉയർന്നു വന്നത് ഭൂമിയിൽ ജോലി ചെയ്യുന്ന സെർഫുകളുടെ മേൽ ഭൂവുടമകൾ അധികാരം കൈവശം വെച്ചിരുന്ന ഒരു സംവിധാനമായാണ്. അപ്പം ഈ ഒരു ഇതാണ് ഫ്യൂഡലിസത്തിലേക്ക് നയിച്ചത്. അതായത് ഈ നമ്മൾ പറഞ്ഞു കൃഷിയൊക്കെ മെച്ചപ്പെട്ട് വന്നപ്പോൾ ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥർ, ആ ഉൽപാദനം നിയന്ത്രിക്കുന്നവർ, ഇവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഉടമകളായി അല്ലേ. അതിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, ഇവരൊക്കെ ഒരു ക്ലാസ്സായി. അപ്പോൾ ഭൂ ഉടമകൾ, സെർഫുകൾ എന്ന് പറഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെയാണ് എന്ത് വന്നത്, ഫ്യൂഡലിസം വന്നത്. അങ്ങനെ ആ ഭൂ ഉടമകൾ എന്ത് ചെയ്തു, ഈ സെർഫുകളുടെ മേലെന്താകാൻ തുടങ്ങി, അധികാരമൊക്കെ കാണിക്കാൻ തുടങ്ങി. ഈ സമ്പ്രദായത്തിന് കീഴിൽ സാമൂഹിക നില നിർണ്ണയിക്കുന്നത് ജനനത്തിലൂടെയാണ്. കൂടാതെ ക്ലാസുകൾക്കിടയിൽ ചലനാത്മകത കുറവായിരുന്നു. മറുവശത്ത് മുതലാളിത്തം വ്യാവസായിക വിപ്ലവകാലത്ത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലും ലാഭം നേടുന്നതിലും കേന്ദ്രീകരിച്ച ഒരു സംവിധാനമായി ഉയർന്നുവന്നു. മുതലാളിത്തത്തിന് കീഴിൽ സംരംഭകരുടെയും ബിസിനസ് ഉടമകളുടെയും ഒരു പുതിയ മധ്യവർഗവും കൂലിക്ക് പകരമായി തങ്ങളുടെ അധ്വാനം വിൽക്കുന്ന കൂലിപ്പണിക്കാരുടെ ഒരു തൊഴിലാളി വർഗവും ഉയർന്നു വന്നു. അപ്പോൾ നമുക്കറിയാം മധ്യകാല യൂറോപ്പിൽ ഒരു വശത്ത് ഈ കൃഷി ചെയ്യുന്ന കർഷകർ, അതുപോലെ തന്നെ ഭൂ ഉടമകൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് രൂപീകരിക്കപ്പെട്ടു. മറുവശത്തോ ഈ വ്യവസായ വിപ്ലവം ആദ്യം പഠിച്ചു അല്ലേ, ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചു. അവിടെ തൊഴിലാളികൾ അവരുടെ അധ്വാനം വിറ്റ് ജീവിക്കുന്നവർ, ഈ ഉൽപാദനോപാധികളുടെ ഒക്കെ സ്വകാര്യ ഉടമസ്ഥതയിൽ ലാഭം തേടുന്നതിലൊക്കെ കേന്ദ്രീകരിച്ച മറ്റൊരു വിഭാഗം, അതായത് മുതലാളിമാർ. ഇങ്ങനെ 2 ക്ലാസുകൾ അവിടെ രൂപീകരിക്കപ്പെട്ടു. സോഷ്യലിസമാകട്ടെ മുതലാളിത്തത്തിൻ്റെ ചൂഷണ സമ്പ്രദായങ്ങൾക്കെതിരായ പ്രതികരണമായി ഉയർന്നു വന്നു. ഉൽപാദനോപാധികളുടെ കൂട്ടായ ഉടമസ്ഥതയിലൂടെ ഒരു സമത്വ സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇങ്ങനെ ഫ്യൂഡലിസം നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഭൂ ഉടമകളും സെർഫുകളും അങ്ങനെ വിഭജിച്ചു കൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തിൽ തൊഴിലാളികൾ, മുതലാളികൾ, ഇങ്ങനെയുള്ള വിഭജനം. ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ചൂഷണ സമ്പ്രദായങ്ങൾക്കെതിരായ പ്രതികരണമായിട്ടാണ് സോഷ്യലിസം ഉയർന്നു വന്നത്. അത് മറ്റൊരു ക്ലാസ്സാണ് അല്ലേ. ഫ്യൂഡലിസം ഒരു ക്ലാസ്, അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവ കാലത്തുള്ള മുതലാളിമാർ, തൊഴിലാളികൾ, അവർ വേറൊരു ക്ലാസ്. ഈ ഇങ്ങനെയുള്ള മുതലാളിത്തത്തിൻ്റെ ചൂഷണ സമ്പ്രദായങ്ങൾക്കെതിരെ ഒരു പ്രതികരണമായി ഉയർന്നു വന്ന മറ്റൊരു സോഷ്യലിസം. സോഷ്യലിസം പറയുന്നത് ഉൽപാദനോപാധികളുടെ കൂട്ടായ ഉടമസ്ഥതയിലൂടെ ഒരു സമത്വ സമൂഹം, മുതലാളി തൊഴിലാളി എന്നല്ലാതെ ഈ ഉൽപാദന ഉപാധികളിലൊക്കെ സമത്വമായിട്ട് നിൽക്കുക. അതാണ് സോഷ്യലിസം. തൊഴിലാളികളും ഭരണകൂടവും സംയുക്തമായി ഉൽപാദനോപാധികളെ നിയന്ത്രിക്കുന്നതിനൊപ്പം വർഗ വ്യത്യാസങ്ങളെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നതിൽ സോഷ്യലിസം ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പം ഇങ്ങനെയുള്ള വർഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മുതലാളിമാർ, തൊഴിലാളിമാർ, അല്ലെങ്കിൽ ഭൂ ഉടമകൾ, കർഷകർ, സെർഫുകൾ, ഇതൊന്നും ഇല്ലാതെ അതുപോലെ ഭരണകൂടം, മറ്റുള്ളവർ, ഇവരൊക്കെ ഒരേപോലെ വർഗ വ്യത്യാസങ്ങളില്ലാതെ
ഈ സംയുക്തമായിട്ട് ഉൽപാദനോപാധികളെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. അതാണ് എന്ത് സോഷ്യലിസം പറയുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥകളിൽ ഓരോന്നിനും അതിൻ്റേതായ വർഗഘടനയുണ്ട്. ചില വർഗങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ അധികാരവും സമ്പത്തും കൈവശം വയ്ക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥകളും വർഗഘടനകളും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ചലനാത്മകവുമായി. ഒന്നിലെ മാറ്റങ്ങൾ പലപ്പോഴും മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, മുതലാളിത്തത്തിൻ്റെ ഉദയം ഒരു പുതിയ മധ്യവർഗത്തിൻ്റെ ആവിർഭാവത്തിലേക്കും പ്രഭുവർഗത്തിൻ്റെ പതനത്തിലേക്കും നയിച്ചു. അതേസമയം സോഷ്യലിസത്തിൻ്റെ വികസനം പലപ്പോഴും പാർട്ടി ഉദ്യോഗസ്ഥരുടെ ഒരു പുതിയ ഭരണവർഗത്തിൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക വ്യവസ്ഥകളും വർഗഘടനകളും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ചലനാത്മകവുമാണെന്ന്. അതായത് ഒരു മേഖലയിൽ ഒരു ഇതിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മറ്റേ വർഗത്തെയും എന്ത് ചെയ്യും, സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മുതലാളിത്തത്തിൻ്റെ ഉദയം, അതായത് മുതലാളിമാർ എന്നൊരു വർഗം ഉണ്ടായപ്പോൾ എന്തായി, മധ്യവർഗത്തിൻ്റെ ആവിർഭാവത്തിലേക്കും പ്രഭുവർഗത്തിൻ്റെ പതനത്തിലേക്കും നയിച്ചു എന്നാണ് പറയുന്നത്. മുതലാളിത്തം എന്ന ഒരു ഇതിലെന്താണ് മധ്യവർഗം എന്നൊരു പുതിയ വർഗത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. അതോടൊപ്പം തന്നെ അന്ന് നിലനിന്നിരുന്ന പ്രഭുവർഗത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ചു. അതേസമയം മുതലാളിത്തത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സോഷ്യലിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ വികസനം പലപ്പോഴും പുതിയ പാർട്ടി ഉദ്യോഗസ്ഥരുടെ ഒരു പുതിയ ഭരണവർഗത്തിൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ടു. സോഷ്യലിസത്തിൽ എന്ത് വന്നു, ഒരു പുതിയ പാർട്ടി ഉദ്യോഗസ്ഥരി എന്ന ഒരു പുതിയ ഭരണവർഗത്തിൻ്റെ ഉദയത്തിന് നയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ സാമ്പത്തിക ഘടകങ്ങളാണ് പറയുന്നത്. ഈ ക്ലാസ് ഫോർമേഷനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഈ സമ്പത്ത് കൊണ്ട് സാമ്പത്തിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇതിലെന്തായിട്ടുണ്ട്, ഫ്യൂഡലിസം, അതുപോലെ തന്നെ മുതലാളിത്തം, സോഷ്യലിസം തുടങ്ങിയ ക്ലാസ് രൂപീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്, സാമ്പത്തിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് രാഷ്ട്രീയ ഘടകങ്ങളാണ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം ചുരുക്കം ചില വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ കൈകളിൽ പലപ്പോഴും ബാക്കിയുള്ള ജനസംഖ്യയുടെ മേൽ നിയന്ത്രണം പ്രയോഗിക്കുന്ന ഭരണവർഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഗങ്ങളെ രൂപീകരണമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരം എന്തായിട്ടുണ്ട്, ചുരുക്കം ചില വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ കൈകളിൽ പലപ്പോഴും ബാക്കിയുള്ള ജനസംഖ്യയുടെ മേൽ നിയന്ത്രണം പ്രയോഗിക്കുന്ന, ചുരുക്കം ചില വ്യക്തികളിലും ഗ്രൂപ്പുകളിലും ഈ രാഷ്ട്രീയ അധികാരം വരുമ്പം അവരെന്ത് ചെയ്യും, ബാക്കിയുള്ള ജനങ്ങളുടെ മേൽ നിയന്ത്രണം പ്രയോഗിക്കുന്ന ഭരണവർഗങ്ങളായിട്ട് പരിണമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പുതിയ ഒരു വർഗം ഉണ്ടായത് കണ്ടോ, ഭരണവർഗം. ഈ സമൂഹത്തിൽ കുറച്ചൊരു സ്വാധീനമൊക്കെ ഉള്ള വ്യക്തികളിലേക്ക് എന്ത് വരും, ഭരണം അവരുടെ കയ്യിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, മറ്റ് ജനങ്ങളുടെ മേലെന്ത് ചെയ്യും, ഒരു നിയന്ത്രണം പ്രയോഗിക്കും. അങ്ങനെയാണ് എന്തായത്, അവിടെ ഒരു പുതിയ വർഗം ഉണ്ടായത്. ഏതാണ് ആ വർഗം, ഭരണവർഗം എന്ന് പറഞ്ഞാൽ ഒരു വർഗ രൂപീകരണത്തിന് എന്തായിട്ടുണ്ട്, ഈ ഒരു അധികാരം കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന്, രാജവാഴ്ചകളിൽ ഭരണവർഗം രാജാവോ രാജ്ഞിയോ അവരുടെ പ്രഭുക്കന്മാരുടെ പിന്തുണക്കാരും ഉൾപ്പെട്ടിരുന്നു. അവർ ബാക്കിയുള്ള ജനസംഖ്യയുടെ മേൽ അധികാരം കൈവശപ്പെടുത്തി. പ്രഭുവർഗത്തിന് പലപ്പോഴും വിശാലമായ എസ്റ്റേറ്റുകളും നിയന്ത്രിത രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. അതേസമയം താഴ്ന്ന വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം കുറവോ ഇല്ലയോ മാത്രമല്ല രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും ഭരണത്തിന് വിധേയരായിരുന്നു.
അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് രാജവാഴ്ചയാണ് അല്ലേ. ഈ രാജവാഴ്ചകൾ എന്ത്, ഭരണവർഗം രാജാവോ രാജ്ഞിയോ അവരുടെ പ്രഭുക്കന്മാരുടെ പിന്തുണക്കാരോ ആണ് എന്ത് രാജവാഴ്ചയിൽ ഭരണവർഗം ആരായിരുന്നു, ഒന്നെങ്കിൽ രാജാവായിരിക്കും അല്ലെ രാജ്ഞി ആയിരിക്കും, അല്ല അവരുടെ പ്രഭുക്കന്മാരും അവരുടെ പിന്തുണക്കാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ബാക്കിയുള്ള ജനങ്ങളുടെ മേൽ എന്ത് ചെയ്ത് അവരുടെ അധികാരം കൈവശപ്പെടുത്തി. അപ്പോൾ എന്താണ്, പ്രഭുവർഗത്തിന് പലപ്പോഴും വിശാലമായ എസ്റ്റേറ്റുകളും നിയന്ത്രിത രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം താഴ്ന്ന വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം കുറവായിരുന്നു അല്ലേ. അവരെന്താണ് ഈ രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയൊക്കെ ഭരണത്തിന് വിധേയരായിരുന്നു. അപ്പോൾ ഇവിടെ അധികാരമുള്ള രാജാവ്, അതുപോലെ തന്നെ രാജ്ഞി, പ്രഭു, അവരൊക്കെ എന്താണ് ഭരണവർഗം. അല്ലാത്ത സാധാരണ ജനങ്ങൾ ആരൊക്കെ, സാധാരണ ജനങ്ങൾ. അപ്പോൾ ഈ ഒരു അധികാരം അവരുടെ മേൽ പ്രയോഗിക്കുന്നു അല്ലേ. അത് രാജവാഴ്ചയിലാണ് ഇത് സംഭവിക്കാം. ഇനി നോക്കൂ, സ്വേച്ഛാധിപത്യങ്ങളിലും സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റുകളിലും ഭരണവർഗത്തിൽ സ്വേച്ഛാധിപതികളും അവരുടെ സഖ്യകക്ഷികളും ഉൾപ്പെടുന്നു. അവർ പ്രധാന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും അധികാരം നിലനിർത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ വർഗം പലപ്പോഴും താഴ്ന്ന വിഭാഗങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ കാരണം ഉണ്ടായതാണ് സ്വേച്ഛാധിപത്യം. രാജവാഴ്ച, സ്വേച്ഛാധിപത്യമൊക്കെ എന്താണ് ഈ ഒരു രാഷ്ട്രീയ ഘടകങ്ങൾ കൊണ്ടുണ്ടായ എന്താണ് വർഗ രൂപീകരണങ്ങളാണ്. ആദ്യത്തെ എന്താണ് പറയുന്നത്, രാജവാഴ്ചയിലെ ഭരണവർഗം എന്ന് പറയുന്നത് രാജാവ്, രാജ്ഞി, പ്രഭുക്കന്മാർ ഇവരൊക്കെ ആയിരുന്നു. സാധാരണ ജനങ്ങൾ മറ്റൊരു വർഗം. സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റുകളിലോ ഈ സ്വേച്ഛാധിപതികളും അവരുടെ സഖ്യകക്ഷികളൊക്കെയാണ് എന്ത് ചെയ്യുക, ഭരണവർഗത്തിൽ ഉൾപ്പെടുക. അവരെന്താണ് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അവർ നിയന്ത്രിക്കും അല്ലേ. അധികാരം നിലനിർത്താൻ അവരെന്ത് ചെയ്യും, വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചമർത്തും അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. അവരെന്താണ് ഈ വർഗം, ഈ സ്വേച്ഛാധിപതികളായ ഈ വർഗം എന്താണ് പലപ്പോഴും താഴ്ന്ന വിഭാഗങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയുമാണ് എന്ത് ചെയ്തിരുന്നത്, അടിച്ചമർത്തിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ, അവരെന്താണ് ഭിന്നിപ്പുകളും സാമൂഹിക അശാന്തിയും തീവ്രമാക്കുന്നു. ജനാധിപത്യ സമൂഹങ്ങളിൽ രാഷ്ട്രീയ അധികാരം കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. എന്നാൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ അധികാരത്തിലും സ്വാധീനത്തിലും കാര്യമായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റുകളിൽ എന്താണ്, ഈ സ്വേച്ഛാധിപതികളും ഈ അവരുടെ കൂട്ടാളികൾ എന്ത് ചെയ്യും, ഓരോ സ്ഥാപനം ഇതൊക്കെ എന്ത് ചെയ്യും, നിയന്ത്രിക്കുകയും അവർ ഈ താഴ്ന്ന വർഗ്ഗക്കാരുടെ മേൽ അവരുടെ അധികാരം പ്രയോഗിക്കുകയും അവരുടെ അവകാശങ്ങളൊക്കെ അടിച്ചമർത്തുകയും ചെയ്ത് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പറയുന്ന ജനാധിപത്യ സമൂഹത്തെക്കുറിച്ച് അവിടെ ഏകദേശം എല്ലാവർക്കും തുല്യ അധികാരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ഘടകങ്ങളെ കൊണ്ടുണ്ടായ വർഗങ്ങളാണ് ഇതൊക്കെ, ഈ സ്വേച്ഛാധിപത്യം, അതുപോലെ തന്നെ രാജവാഴ്ച അല്ലേ, ജനാധിപത്യം, ഇങ്ങനെ തുടങ്ങിയുള്ള ക്ലാസ്സുകളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്, രാഷ്ട്രീയ ഘടകങ്ങൾ കൊണ്ടുണ്ടായതാണ്. അതുപോലെ തന്നെ ഫ്യൂഡലിസം, സോഷ്യലിസം, പിന്നെ മുതലാളിത്തം, ഇതൊക്കെ ഒരു സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ക്ലാസ്സുകളാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സാംസ്കാരിക ഘടകങ്ങൾ. സാംസ്കാരിക നേട്ടങ്ങൾ ചരിത്രപരമായ ക്ലാസ് ഘടനകളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. വ്യക്തികളും ഗ്രൂപ്പുകളും അവരുടെ നേട്ടങ്ങളിലൂടെ അംഗീകാരവും ആദരവും നേടാൻ ശ്രമിക്കുന്നു. ഭരണവർഗവുമായി അടുത്ത ബന്ധമുള്ള സാംസ്കാരിക ഉന്നതരുടെ രൂപീകരണത്തിന് ഇത് കാരണമായി. ഈജിപ്ത്, ഗ്രീസ് തുടങ്ങിയ പുരാതന സമൂഹങ്ങളിൽ കല, സാഹിത്യം, തത്വചിന്ത എന്നിവയ്ക്ക് ഉയർന്ന മൂല്യമുണ്ടായിരുന്നു. ഈ മേഖലകളിൽ മികവ് പുലർത്തുന്നവരെ പലപ്പോഴും ഉയർന്ന സാമൂഹിക പദവിയിലേക്ക് ഉയർത്തി. അതായത് ഈ കല, സാഹിത്യം, തത്വചിന്ത അല്ലേ, ഇതുപോലെ സാംസ്കാരിക മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്നവരെന്താണ്, അവർ ഈ ഭരണവർഗവുമായിട്ട് എന്തായിരിക്കും, അടുത്ത ബന്ധമുള്ളവരായിരിക്കും അല്ലേ. അപ്പം ഈ ഭരണവർഗവുമായി അടുത്ത ബന്ധമുള്ള
സാംസ്കാരിക ഉന്നതരുടെ രൂപീകരണം അതൊരു ക്ലാസ്സായിട്ട് എന്ത് ചെയ്തു മാറിയില്ലേ. ഇങ്ങനെ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും കലകളിലോ സാഹിത്യത്തിലോ തത്വചിന്തയിലോ ഇവർക്കൊക്കെ എന്താണ് ഉയർന്ന ഇതിലൊക്കെ മികവ് പുലർത്തുന്നവർക്ക് എന്താണ് ഉയർന്ന മൂല്യം ഉണ്ടാവും അല്ലേ. അവരെന്ത് ചെയ്യും, ഉയർന്ന സാമൂഹിക പദവിയിലേക്ക് ഉയർത്തും. ഫ്യൂഡൽ സമൂഹങ്ങളിൽ ഭരണവർഗത്തിൽ നൈറ്റ്സ്, കവികൾ തുടങ്ങിയ സാംസ്കാരിക ഉന്നതരുടെ അംഗങ്ങൾ ഉൾപ്പെടുന്നു. അവർക്ക് ഭരണവർഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിച്ചു. അവരുടെ സാമൂഹിക നിലയും സ്വാധീനവും ശക്തിപ്പെടുത്തി. ആധുനിക സമൂഹങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർന്ന മൂല്യമുണ്ട്. കൂടാതെ ഉന്നത ബിരുദങ്ങളുള്ള വ്യക്തികൾ പലപ്പോഴും പ്രവേശനമുള്ള ഒരു സാംസ്കാരിക വരേണ്യവർഗത്തിലെ അംഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതായത് ഈ സാംസ്കാരികമായിട്ട് ഇതുള്ള ആൾക്കാരെന്താണ്, അവർ ഈ ഭരണവർഗങ്ങളുമായിട്ട് അടുത്തവരും അവരെന്താണ് അവർക്ക് ഈ സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള ഒരു ക്ലാസ്സൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ കല, തത്വചിന്ത, അതുപോലെ തന്നെ സാഹിത്യം ഇവയിലൊക്കെ പ്രാവീണ്യം നേടിയവരെന്താണ്, അവർ ഉയർന്ന ഒരു ഇതിലായിരിക്കും, അല്ലാത്തവരോ താഴ്ന്ന ഒരു ക്ലാസ്സിലായിരിക്കും. നമ്മളൊരു ആധുനിക കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ബിരുദധാരികൾ, അതുപോലെ തന്നെ അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്ന രീതിയിലുള്ളവരെന്താണ് അവർക്കും എന്താണ് സമൂഹത്തിൽ നല്ല ഉയർന്ന സ്വാധീനവും ഒക്കെ ഉണ്ട്. ഉയർന്ന ശമ്പളമുള്ള ജോലികളിലേക്കും സ്വാധീനമുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലേക്കും നിലവിലുള്ള വർഗ വിഭജനങ്ങളെയും അസമത്വങ്ങളെയും ശക്തിപ്പെടുത്താൻ ഈ സാംസ്കാരിക ഉന്നതർക്ക് കഴിയും. അതായത് അവരെന്ത് ചെയ്യും, ഉയർന്ന ശമ്പളമുള്ള ജോലികളിലേക്കൊക്കെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ സ്വാധീനമുള്ള സാമൂഹിക നെറ്റ്വർക്കുകളിലേക്കൊക്കെ എന്ത് ചെയ്യും, അവരെ നിലനിർത്തും. പക്ഷെ അവർക്ക് എന്താണ് നിലവിലുള്ള വർഗ വിഭജനങ്ങളെയോ അസമത്വങ്ങളെയോ ശക്തിപ്പെടുത്താൻ ഈ ഒരു സാമൂഹിക ഉന്നതർക്കും കഴിയും. അവർ വിചാരിച്ചാലും എന്ത് ചെയ്യും, ഈ വർഗ വിഭജനങ്ങളോ അസമത്വങ്ങളൊക്കെ കൂടുതലാക്കാൻ അവരെ കൊണ്ടും കഴിയും എന്നാണ് പറയുന്നത്. അപ്പം കൾച്ചറൽ ഫാക്ടേഴ്സ് ഇത്രയുള്ളൂ, ചെറിയൊരു പോർഷനാണ്. ഇനി അടുത്തത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സാങ്കേതിക ഘടകങ്ങൾ. സാങ്കേതിക വിദ്യയിലെ പുരോഗതി പുതിയ വ്യവസായങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങളുടെയും ആവിർഭാവത്തിലേക്ക് നയിച്ചു. അത് സ്വാഭാവികമായിട്ടുള്ള സാങ്കേതികമായിട്ട് പുരോഗതി ഉണ്ടാകുമ്പോൾ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും, മെച്ചപ്പെടും. ഇതെന്താണ്, വ്യത്യസ്തമായ റോളുകളും ഐഡൻറ്റിറ്റികളുമുള്ള പുതിയ തരം ആളുകൾക്ക് കാരണമായി. അങ്ങനെ സാങ്കേതിക പുരോഗതിയിൽ എന്താണ് പുതിയ റോളുകളും വ്യത്യസ്ത റോളുകളും ഐഡൻറ്റിറ്റികളുമുള്ള ഒരു പുതിയ തരം ആളുകൾക്ക് കാരണമായി ഈ സാങ്കേതിക വിദ്യയിലെ പുരോഗതി. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ വ്യാവസായിക വിപ്ലവ കാലത്ത് യന്ത്രസാമഗ്രികളുടെയും മറ്റ് തൊഴിൽ രക്ഷാ ഉപകരണങ്ങളുടെയും വികസനം പരമ്പരാഗത കൈത്തൊഴിലാളി വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ തൊഴിലാളി വർഗത്തിൻ്റെ ഉദയത്തിലേക്ക് നയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലാളികളിൽ നിന്ന് ഈ വ്യാവസായ വിപ്ലവം വന്നപ്പോൾ അവരുടെ യന്ത്രങ്ങളും അതുപോലെ തന്നെ തൊഴിൽ രക്ഷാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന പുതിയൊരു തൊഴിലാളികൾ ഉണ്ടായി. വ്യാവസായിക വിപ്ലവകാലത്ത് ഉയർന്നു വന്ന പുതിയ വ്യവസായങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഫാക്ടറി തൊഴിലാളികളും മറ്റ് തൊഴിലാളികളും ഉൾപ്പെട്ടതാണ് തൊഴിലാളി വർഗം. അപ്പോൾ ഈ ഒരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല, അത് തന്നെയാണ് കേട്ടത്. അപ്പോൾ അവരെന്താണ് പുതിയ വ്യവസായങ്ങളിൽ, അപ്പോൾ ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു പുതിയതാണ് പുതിയൊരു തൊഴിലാളി വർഗം. ഈ പാരമ്പര്യ തൊഴിലാളി വർഗത്തിൽ നിന്നും ഒരു പുതിയൊരു തൊഴിലാളി വർഗം വികസിച്ചു വന്നു. ഈ തൊഴിലാളികൾ പലപ്പോഴും അപകടകരവും അനാരോഗ്യകരവുമായ സാഹചര്യങ്ങളിൽ ദീർഘനേരം ജോലി ചെയ്തു. മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ വേതനമാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ ഈ യന്ത്രങ്ങൾ ഇതൊക്കെ ഉണ്ടായപ്പോൾ ആണല്ലോ ഇങ്ങനെ ഒരു പുതിയൊരു തൊഴിലാളി വർഗം വന്നത്. അവരെന്താണ് അപകടകരമായ സാഹചര്യത്തിലാണ്, അതുപോലെ അനാരോഗ്യമാണല്ലേ, ഫാക്ടറികളിൽ നിന്നൊക്കെ പുകയൊക്കെ ശ്വസിച്ച് അനാരോഗ്യപരമായ അന്തരീക്ഷത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ജോലി ചെയ്താൽ ശമ്പളം ഉണ്ടോ, അതുമില്ല, കുറഞ്ഞ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്തത്.
ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വികസനം വിവരങ്ങളിലേക്കും അറിവിലേക്കുമുള്ള പ്രവേശനത്തെ അടിസ്ഥാനമാക്കി പുതിയ ക്ലാസുകൾ രൂപീകരിക്കാൻ സഹായിച്ചു. പിന്നീട് എന്ത് ചെയ്തു, ഈ ഇൻ്റർനെറ്റ് അറിയുന്നവർ, സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ക്ലാസ്സും കൂടി എന്ത് ചെയ്തു, രൂപീകരിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ ഉന്നത ബിരുദമുള്ള വ്യക്തികൾ പലപ്പോഴും ഉയർന്ന ശമ്പളമുള്ള ജോലിയും ഗണ്യമായ സാമൂഹിക സ്വാധീനവും ആസ്വദിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ പ്രഗത്ഭരായ ആളുകൾ, അതായത് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ അല്ലേ, ഇതിലൊക്കെ പ്രഗത്ഭരായ ആളുകൾ ഉയർന്ന സാമൂഹിക പദവി, അതുപോലെ തന്നെ സാമൂഹിക സ്വാധീനം, ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നു, അവർക്കത് ലഭിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഗണിതം എന്നീ മേഖലകളിലൊക്കെ ഉന്നത ബിരുദമുള്ളവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസവും വൈദഗ്ധ്യവുമുള്ള സാങ്കേതിക ഉന്നതർ എന്ന് ചിലപ്പോൾ വിളിക്കപ്പെടുന്ന ഒരു പുതിയ തരം ആളുകൾക്ക് ഇത് കാരണമായി അല്ലേ. അപ്പം ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി സാങ്കേതികപരമായി ഉന്നതിയിലുള്ള ഒരു പുതിയ ക്ലാസ് ആയിട്ടല്ലേ മാറി. ഡിജിറ്റൽ സാങ്കേതിക വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ക്ലാസുകളുടെ രൂപീകരണത്തെയും സാങ്കേതിക വിദ്യ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒരു പുതിയ ക്ലാസ് അതായിട്ട് എന്ത് ചെയ്തു, സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ക്ലാസ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഈ സാങ്കേതിക വിദ്യ സ്വാധീനിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനമുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തെ സൂചിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ വിഭജനം ഡിജിറ്റലായി ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന പുതിയ തരം ആളുകളുടെ ഉദയത്തിലേക്ക് നയിച്ചു. അതായത് ഡിജിറ്റൽ ഇവിടെ പറഞ്ഞോ, ഡിജിറ്റൽ വിഭജനം അല്ലേ. അതായത് ഈ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഇതൊക്കെ അറിയുന്ന ഒരു പുതിയ ക്ലാസ്സുകൾ അല്ലേ. ഇന്ന് നോക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ആ ക്ലാസ്സിൽ ഉൾപ്പെടുന്നു. ആർക്കും ഇപ്പം എന്തില്ല, ഈ ഡിജിറ്റൽ ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവരൊക്കെ ഒരു പുതിയ ക്ലാസ് അല്ലേ. ഇത് അറിയാത്തവരെന്താണ് മറ്റൊരു ക്ലാസ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വിഭജനം വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണെന്ത് ഡിജിറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതി ഘടകങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ ഭൗതിക അന്തരീക്ഷം പലപ്പോഴും ഉയർന്നു വന്ന സാമ്പത്തികവും സാമൂഹികവുമായ വ്യവസ്ഥകളുടെ തരങ്ങളെ നിർണയിച്ചിട്ടുണ്ട്. അത് ക്ലാസുകളുടെ രൂപീകരണത്തെ സ്വാധീനിച്ചു. അപ്പോൾ ഈ പരിസ്ഥിതി ഘടകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസുകളുടെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാരിസ്ഥിതിക ഘടകങ്ങളെ ചരിത്രത്തിലുടനീളം ക്ലാസുകളുടെ രൂപീകരണത്തെ ഗണ്യമായി സ്വാധീനിച്ചു. സമൂഹങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഘടനകളെയും പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രണത്തെയും സ്വാധീനിക്കുന്നു. കൃഷി, സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ എന്നിവയെല്ലാം ഈ ഘടകങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. കഠിനമോ പ്രവചനാതീതമോ ആയ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ സാമൂഹിക ഐക്യദാർഢ്യത്തോടെ ഇറുകിയ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുന്നു. നല്ല തുറമുഖങ്ങളുള്ള തീരപ്രദേശങ്ങളിൽ പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനങ്ങളായി വ്യാപാരവും വാണിജ്യവുമുണ്ട്. പാരിസ്ഥിതിക ഘടകങ്ങളും ആരോഗ്യത്തിലൂടെയും രോഗത്തിലൂടെയും വർഗരൂപീകരണത്തെ സ്വാധീനിച്ചു. ഇത് കഠിനമായ ശാരീരിക ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെ പ്രത്യേക വിഭാഗങ്ങളായ രോഗശാന്തിക്കാരും ഡോക്ടർമാരും വിദഗ്ധ തൊഴിലാളികളും അത്ലറ്റുകളിലേക്കും നയിച്ചു. അതായത് ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതികവും പരിസ്ഥിതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്ലാസ് ഫോർമേഷന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങളെയും പ്രകൃതി വിഭവങ്ങളുടെയും നിയന്ത്രണത്തെയും സ്വാധീനിക്കുന്നു എന്നാണ്
പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഈ കൃഷി, സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ ഇവയെല്ലാമാണ് ഈ ഘടനകളെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഠിനമോ പ്രവചനാതീതമോ ആയ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ അവർ സാമൂഹിക ഐക്യദാർഢ്യത്തോടെ ഒരു ഇറുകിയ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നെന്നാണ് പറയുന്നത്. ഇറുകിയ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുന്നു. അപ്പോൾ ഒരു ക്ലാസ്. അതുപോലെ തന്നെ ഈ നല്ല തുറമുഖങ്ങളുള്ള തീരപ്രദേശങ്ങൾ അവിടെ നല്ല വ്യാപാരം, വാണിജ്യം ഇതൊക്കെയുണ്ട്. അവിടെ അവർ വേറൊരു ക്ലാസ്. അതുപോലെ തന്നെ ഈ പാരിസ്ഥിതിക ഘടകങ്ങളെ ഈ കൊണ്ട് ആരോഗ്യത്തിലൂടെയും രോഗത്തിലൂടെയും വർഗരൂപീകരണത്തെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആരോഗ്യമുള്ളവർ അതുപോലെ തന്നെ രോഗമുള്ളവർ, ഡോക്ടർമാർ ഡോക്ടർമാർ രോഗങ്ങളെ ശാന്തമാക്കുന്നവരും രോഗങ്ങളെ ചികിത്സിക്കുന്നവർ, അതുപോലെ തന്നെ വിദഗ്ധ തൊഴിലാളികൾ, അങ്ങനെയൊക്കെ ഈ പരിസ്ഥിതിയും ചെയ്തിട്ടുണ്ട്, നമ്മുടെ വർഗ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലാസ് രൂപീകരണത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും എഴുതേണ്ടത് മുതലാളിത്തം, ഫ്യൂഡലിസം, സോഷ്യലിസം ഇതൊക്കെയാണ്. അത് ഏതൊക്കെ? മുതലാളിത്തമാണെങ്കിൽ മുതലാളിമാർ, തൊഴിലാളികൾ വ്യാവസായിക വിപ്ലവ കാലത്തുള്ളത് അത് എഴുതുക. പിന്നെ ഫ്യൂഡലിസം ആണെങ്കിൽ ഭൂ ഉടമകൾ, സെർഫുകൾ, അങ്ങനെ 2 വിഭാഗങ്ങൾ. സോഷ്യലിസം എന്ന് പറയുമ്പം ഈ ഭരണാധികാരികളും അതുപോലെ തന്നെ ഭൂ ഉടമകളും ഇവരൊക്കെ ഒരു നീതിപൂർവമായിട്ട് എല്ലാ വിഭവങ്ങളും ഉൽപാദന നിയന്ത്രണമൊക്കെ വരുമ്പം എല്ലാവർക്കും എന്തുണ്ടാവും? സമൂഹത്തിലൊരു നല്ലതുണ്ടാവും എന്നാണ് സോഷ്യലിസം പറയുന്നത്. ഇനി നമ്മുടെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ സ്വേച്ഛാധിപത്യം, രാജവാഴ്ച, ജനാധിപത്യം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക. പിന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ് സമൂഹത്തിൽ ഉയർന്ന സാംസ്കാരികപരമായിട്ട് ഉയർന്നവർ നിൽക്കുന്നവരാണ് അവർ ഉയർന്ന ക്ലാസ്സുകൾ, അവർ ഭരണവർഗത്തോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഉയർന്ന ക്ലാസ്, അല്ലാത്തവർ താഴ്ന്ന ക്ലാസ്. അങ്ങനെ സാഹിത്യം, കല, തത്വചിന്ത ഇതിലൊക്കെ ഉയർന്ന മേഖലയിലുള്ളവർ ഉയർന്ന ക്ലാസ്. പിന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സാങ്കേതിക വിദ്യ, അതിനൊരു ഉദാഹരണമാണ് ഈ വ്യാവസായിക വിപ്ലവ കാലത്തുണ്ടായ യന്ത്രങ്ങളുടെയൊക്കെ കണ്ടുപിടിച്ചപ്പം അത് നോക്കുന്നതിന് വേണ്ടിയിട്ടൊരു പുതിയ തൊഴിലാളി വർഗം രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്ത് ഈ ഡിജിറ്റൽ വേൾഡ് ഒരു പുതിയ ക്ലാസ്സാണ്. ഇനി പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഈ കഠിനമായ കാലാവസ്ഥ അതുള്ള പ്രവചിക്കാൻ കഴിയാത്ത കാലാവസ്ഥ, അവരൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോലെ അവരെന്ത് ഒരു പുതിയ വർഗമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ നമുക്കറിയുന്നതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ക്ലാസ് ഫോർമേഷനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്. സമൂഹത്തിൽ ക്ലാസ് രൂപീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മൾ എന്താണ് ക്ലാസ് രൂപീകരണം എന്ന് പഠിച്ചു, വർഗ രൂപീകരണം എന്താണെന്ന് പഠിച്ചു, വർഗ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ വർഗ രൂപീകരണം കൊണ്ടുണ്ടായ സമൂഹത്തിലുണ്ടായ പ്രത്യാഘാതങ്ങളാണ് പറയുന്നത്. ഇംപ്ലിക്കേഷൻസ്